ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ചതുരംഗപ്പാറയിലാണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് ചതുരംഗപ്പാറ. നമ്മൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാർ റൂട്ടാണ്. മൂന്നാർ റൂട്ടിൽ നിന്ന് നമ്മൾ കട്ടപ്പനയിൽ നിന്നാണ് നമ്മൾ യാത്ര തിരിച്ചത്. ഇപ്പം മൂന്നാർ റൂട്ടിലോട്ട് പോയിട്ട് അവിടുന്ന് ചതുരംഗപ്പാറ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഡിവീറ്റ് ചെയ്യണം ചതുരംഗപ്പാറ പോകുന്നത്. ഏകദേശം കട്ടപ്പനയിൽ നിന്നൊരു 20 കിലോമീറ്റർ ഓളം സമയമുണ്ട്, ദൂരമുണ്ട് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുവരെ പോയിട്ടില്ല, പോയി നോക്കാം. അധികം ആരും പോകാത്ത ഒരു സ്ഥലമാണ്. എന്നാലും നമ്മളൊന്ന് പോയി അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വലത്തേക്ക് തിരിയാണ്. ഇതിപ്പോൾ ചതുരംഗപ്പാറ ജംഗ്ഷനാണ്. ഇവിടുന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മുമ്പോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. റോഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, ബാക്കി മൊത്തം ഓഫ് റോഡാണെന്നാണ് കേട്ടത്. കാറും കാര്യങ്ങളുമൊക്കെ പകുതി വരെ കയറും, പിന്നെ നമ്മൾ നടന്ന് കയറേണ്ടി വരും. 2 വീലർ ഫുള്ള് നമുക്ക് അകത്തായിട്ട് കയറ്റാൻ പറ്റുമെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും പോയി നോക്കാം എങ്ങനെയുണ്ട് ചതുരംഗപ്പാറ എന്നുള്ളത്. ഗൈസ്, ഇവിടെ വരെ റോഡ് വലിയ കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റും. ഇതുവരെ നമ്മൾ എത്തിയ വരെ കുഴപ്പമില്ല. അതാ ഇവിടുന്ന് കുറച്ചുകൂടെ പിന്നെ അങ്ങോട്ട് കല്ലും കാര്യങ്ങളുമാണ്. ടാറിങ്ങൊക്കെ ഏകദേശം തീർന്നിരിക്കുക. അപ്പം ഫുള്ള് കല്ലും കാര്യങ്ങളുമാണ്. അപ്പം ഇവിടെയൊക്കെ ഫുള്ള് കോട കയറി അടഞ്ഞേക്കാണ്. ബൈക്ക് കുറേ പേര് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും മേളിലോട്ടൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇവിടുന്ന് റോഡില്ല, ഫുള്ള് സീനാണെന്ന് തോന്നുന്നു. ഗൈസ്, ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് റോഡില്ല. റോഡ് ആകെ പണിയായിരിക്കുകയാണ്. ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് ബാക്കിലോട്ട് ഇറങ്ങി പോവാണ്. എന്തായാലും നമുക്ക് നോക്കാം ഫ്രണ്ടിലോട്ട്.
ഐസ് ഞാൻ വിചാരിച്ചത് നമ്മൾ ഇൻ്റർസെപ്റ്റർ ഓഫ് റോഡിനൊന്നും പറ്റത്തില്ല, അവനെ കൊണ്ട് കയറാൻ പറ്റില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അടി തട്ടും, ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കുറവാണെന്നൊക്കെയാണ്. പക്ഷേ ഒരിക്കലും അല്ല. ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ് ഈ വണ്ടിയിൽ. കാരണം എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഏകദേശം 3000 കിലോമീറ്റർ ആയി ഞാൻ വണ്ടി എടുത്തിട്ട്. എനിക്ക് വളരെ നല്ലൊരു വണ്ടിയായിട്ടാണ് എനിക്ക് നോക്കിയത്. ഏത് ടെറൈനിലും നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇപ്പം ഇത്രയും വലിയ തെന്നി ഫുള്ള് ഞാൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും എനിക്ക് സുഖമായിട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റി. ഇങ്ങനത്തെ റോഡുകളിൽ അധികം ഞാൻ ഓടിച്ചിട്ടില്ല, ഓഫ് റോഡും കാര്യങ്ങളും ഒന്നും. ഇവിടെ വന്നപ്പോഴാണ് കുറേ യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് വണ്ടിയിൽ. വണ്ടി ഒരു രക്ഷയില്ല. ഇതാണ് നമ്മുടെ വ്യൂ. ഫുള്ള് കോട കയറി അടഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വ്യൂ കണ്ടോ? നമ്മുടെ അടുത്ത ഒരു കിടിലൻ എപ്പിസോഡാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ നിങ്ങൾ? എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് എനിക്ക് ഒട്ടും ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു സെറ്റപ്പാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ, ഫുള്ള് കോട. ഗൈസ്, ഇതാണ് ഇടുക്കിയുടെ ചതുരംഗപ്പാറയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇടുക്കി ജില്ലയിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇപ്പം മണി 10 മണിയായിട്ട് പോലും ഈ കോടയും കാര്യങ്ങളും ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇതാണ് മക്കളെ ഇടുക്കിയുടെ വ്യൂ ഒന്നും നമുക്ക് എവിടെയും കിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണിത്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണുക. ഈ ഒരു വ്യൂവിന് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട്. ആളെ ഭയങ്കര ഓഫ് റോഡ് റൂട്ടാണിത്. ശരിക്കും പറഞ്ഞാൽ വണ്ടി കയറി വരാനൊക്കെ ഭയങ്കര പാടാണ്. ഇങ്ങോട്ട് കാറൊക്കെ താഴെ നമുക്ക് ഇട്ടിട്ടേ വരാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ? താഴൊക്കെ ഫുള്ള് കോട കയറി കിടക്കും.
വ്യൂ കണ്ടോ നിങ്ങൾ? ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് ഇടുക്കി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചതുരംഗപ്പാറയിൽ വരണം. കാരണം ഒരു രക്ഷയില്ല. രാവിലെ ഇപ്പം 10 മണിയായിട്ടേ ഉള്ളൂ. 10 മണിയായപ്പോൾ തന്നെ ഒരു രക്ഷയില്ലാത്ത കോടയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും വരണം. ഇത് നമ്മൾ മൂന്നാർ പോകുന്ന റൂട്ടാണ്. കട്ടപ്പന മൂന്നാർ റൂട്ടിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചതുരംഗപ്പാറയിൽ വരാൻ പറ്റും. ചതുരംഗപ്പാറ കുറച്ച് കയറി വരാൻ ബുദ്ധിമുട്ടാണ്. കാറും കാര്യങ്ങളും അങ്ങനെ മേളിലോട്ട് കയറി വരില്ല. പക്ഷേ നടന്ന് വരാവുന്ന ദൂരമേ ഉള്ളൂ. അത്ര ദൂരമൊന്നുമില്ല. ബൈക്കുള്ള ആൾക്കാർക്ക്, ബൈക്കേഴ്സിനൊക്കെ അടിപൊളി സ്ഥലമാണ് വരാൻ. അത്യാവശ്യം നമുക്ക് ഓഫ് റോഡും കാര്യങ്ങളും എല്ലാം കിട്ടും. ഓഫ് റോഡ് വേണ്ട ആൾക്കാർക്ക് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പിന്നെ കുറച്ചൊരു റിസ്ക്കാണ്. അതെല്ലാം നോക്കിയും കണ്ടും നമ്മൾ ആ ഒരു പ്രിക്കോഷനും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് വരിക. വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാവില്ല. അത്രയ്ക്ക് കിടിലം വ്യൂ ആണ്. ഒരിക്കലും നിങ്ങൾക്ക് ബോറടി ഉണ്ടാവാത്ത ഒരു വ്യൂ ആണിത്. ഒരു രക്ഷയില്ല ഗൈസ്. നിങ്ങളിത് കണ്ടോ? ഇവിടെ എൻട്രി ഫീസും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ വരുന്നതിന് ഇവിടെ എൻട്രിക്ക് വേറെ ചിലവൊന്നുമില്ല. ഇത് ഏകദേശം പകുതി നമ്മൾ കയറി വരുന്നത് വന്നിട്ട് കേരള നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും അത് കഴിയുമ്പം ഇത് തമിഴ്നാട്ടിലുമാണ് ഉള്ളത്. പക്ഷേ ഇവർ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും ഈടാക്കുന്നോ അങ്ങനെയൊന്നുമില്ല. വേറെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. വരാനൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഇടുക്കി വരുന്നവർക്കെല്ലാം ഇവിടെ വരാവുന്നതേ ഉള്ളൂ. കട്ടപ്പനയിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല. ഒരു 10-12 കിലോമീറ്റർ മാക്സിമം, 12 to 20 കിലോമീറ്റർ മാക്സിമം വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അയ്യോ ഗൈസ്, നമ്മൾ ഇറങ്ങി വന്ന പാറയാണിത്. ഒരു രക്ഷയില്ല. എന്നെ കൂടെ ഇതിനകത്തൊന്ന് ഉൾപ്പെടുത്തണേ. കുത്തനെയുള്ള ഇറക്കമാണ്. നിങ്ങൾ അത്രയും ഇറങ്ങാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ പ്രായം കുറഞ്ഞ ആൾക്കാരും ഒക്കെ വരാവുള്ളൂ ഇങ്ങോട്ട്. കാര്യം ഇവിടെ ആനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞ് ഓടാനുള്ള തയ്യാറെടുപ്പോട് വേണം വരാൻ. ഇത് ഫുള്ള് തമിഴ്നാടാണ്. തമിഴ്നാടിൻ്റെ വ്യൂ ആണ്. ഇതിപ്പോൾ കോട കംപ്ലീറ്റ് ഇറങ്ങിയിരിക്കുകയാണ്. ചതുരംഗപ്പാറ ഇപ്പോൾ കാണാൻ പറ്റും. ഞങ്ങൾ നടന്ന് വേറൊരു പാറയിൽ വന്ന് നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഫുള്ളിപ്പം കാറ്റെല്ലാം ആയി തുടങ്ങി. കോട കംപ്ലീറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് ഫുള്ള് തമിഴ്നാടാണ്. അത് നന്നായിട്ട് ഇത് മാറുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം എനിക്ക് തോന്നുന്നില്ല കാണാൻ പറ്റുമെന്നുള്ളത്. ഇതിപ്പം നമ്മൾ ചതുരമുഖപ്പാറയിൽ നിന്ന് ഇറങ്ങി വേറൊരു പാറയിലോട്ട് വന്നു. ഇതാണ് ഇതിൻ്റെ വ്യൂ. പാറയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഞങ്ങൾ അവിടുന്ന് കംപ്ലീറ്റ് അവിടുന്ന് എല്ലാം ഇങ്ങനെ പാറ പിടിച്ച് ഇറങ്ങിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഇതുവഴി കയറി ഇങ്ങോട്ട് വന്നു. വരുന്ന വഴി ഫുള്ള് ആനപ്പിണ്ടവും കാര്യങ്ങളും വരുന്നു. ശരിക്കും ആനയുണ്ട് ഇവിടെ. ഗൈസ്, ഇതാണ് ഈ റോഡ്. നമ്മൾ വന്ന റോഡാണിത്. ഫുള്ള് പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ്. ഇതുവഴിയാണ് നമ്മൾ മേളിലോട്ട് കയറി വന്നത്. ഇവിടെ വരെ എത്തുമ്പോൾ ടാറിങ് ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ടാറിങ്ങൊക്കെ പൊളിഞ്ഞു പോയി. കാറ് ഇവിടെ മേളിൽ ഈ കയറി വരുമ്പോൾ വലത്തെ സൈഡിലും ഇടത്തെ സൈഡിലും 2 സൈഡിലായിട്ട് പാർക്കിങ്ങിൻ്റെ ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് വണ്ടികൾ കാറും ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ കടകളും കാര്യങ്ങളും ഒന്നുമില്ല. ഇതൊക്കെ താഴേന്ന് വരുമ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ചതുരംഗപ്പാറയിലെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും ഉടൻ തന്നെ കാണുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സീ യു.